ലോകത്തിലെ സർവ ജനങ്ങളും സർവമതങ്ങളും അംഗീകരിക്കുന്ന ഒരു പ്രശസ്തമായ വാക്യം ഞാനിവിടെ വായിക്കാം. എന്താണത്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇത് ഖുർആൻ വാക്യമാണ്. സൂറ 109 ആയ 6. തീർന്നില്ല, ഇനിയുമുണ്ട് വാക്യങ്ങൾ. മറ്റൊരു പ്രശസ്തമായ വാക്യം ഖുർആനിൽ 22 സൂറ ആയ 34. ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാ ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. തീർന്നില്ല കേട്ടോ, ഇനിയുമുണ്ട്. അടുത്ത പ്രശസ്തമായ വാക്യം അധ്യായം 39 വാക്യം 41. വല്ലവനും വഴിപിഴച്ചു പോയാൽ അതിൻ്റെ ദോഷം അവന് തന്നെ. നബിയെ, നീ അവരുടെ കൈകാര്യകർത്താവ് ഒന്നുമല്ല. അള്ളാഹ് നബിയോട് പറയുന്നതായിട്ടാണ് ഖുർആനിൽ കാണുന്നത്. മറ്റൊന്ന് 50-ാം അധ്യായം 45-ാം വാക്യം. നബിയെ, നീ അവരുടെ മേൽ സ്വേച്ഛാധികാരം ചെലുത്തപ്പെടേണ്ടവനല്ല. ഇങ്ങനെ മഹത് വാക്യങ്ങൾ ഖുർആനിൽ കിടപ്പുണ്ട്. ഈ വാക്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. നാം താല്പര്യം കാണിച്ച് അത് പഠിക്കുന്നത് കൊണ്ട്, പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ഇതൊക്കെ വായിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരം മഹത്തരമായ വാക്യങ്ങൾ ഈ ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം? പ്രാവർത്തികമാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ മഹത്വചനങ്ങൾ ഖുർആൻ ഉള്ളപ്പോൾ അതൊന്നും ലോകം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്നാൽ അമുസ്ലിങ്ങൾ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ ആ വേദഗ്രന്ഥത്തെയും അള്ളാഹുവിനെയും വിമർശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിനെന്താണ് കാരണം? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന വാക്യം മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് അന്യമതങ്ങളെ നഖശിഖാന്തം എതിർക്കുവാനും വിമർശിക്കുവാനും തുടങ്ങി എന്നുള്ളതാണ് അതിന് കാരണം. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഇന്നത്തെ ജനസമൂഹത്തിന്, വിശ്വാസികൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പലതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ചില അധ്യായങ്ങളൊന്നും നമുക്ക് വായിക്കാൻ തന്നെ പറ്റില്ല. നമ്മളെ കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളതായ പല കാര്യങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുണ്ട്. എല്ലാ മതത്തിലെയും എല്ലാ വേദഗ്രന്ഥങ്ങളിലും അതുണ്ട്. അത് നാം വിസ്മരിച്ചുകൂടാ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് ചളി വാരി എറിയുമ്പോൾ അങ്ങോട്ടും എന്നാണല്ലോ മനുഷ്യ സ്വഭാവം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെയും ഒറ്റയ്ക്കും കൂട്ടമായും നടക്കുന്ന ഡിബേറ്റുകൾ ഈ മതത്തെക്കുറിച്ചാണ്. ഈ അടുത്ത ദിവസം ഒരു ക്ലബ്ബ് ഒരു ചോദ്യത്തിന് 2000 രൂപ വെച്ച് 10 ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്നവർക്ക് 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ തയ്യാറായി ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം 10 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. പക്ഷേ ഒരു ഉത്തരവും ശരിയായിരുന്നില്ല. എല്ലാ ഉത്തരവും തെറ്റാണ്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അങ്ങനെ സ്വന്തം മതത്തിലെ വേദഗ്രന്ഥങ്ങളെ ശരിക്ക് പഠിക്കാതെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും അതിക്രമിച്ച് കയറി
വെറുതെ പുലമ്പുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല, അതൊരു മതത്തിന് യോജിച്ചതല്ല. അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയുക. മുമ്പൊക്കെ ക്രൈസ്തവ ദേവാലയത്തിൽ വിശേഷ ദിവസങ്ങളിൽ മുഖ്യ അതിഥികളായി മുസ്ലിങ്ങളെയും, അതായത് മുസ്ലിം പണ്ഡിതന്മാരെയും ഹൈന്ദവ പണ്ഡിതന്മാരെയും ഒക്കെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ടായിരുന്നു. വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവർ വന്ന് പ്രസംഗിക്കാറുണ്ട്. അതുപോലെ തിരിച്ചും ക്രൈസ്തവ മത പണ്ഡിതന്മാരെ അവരും ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഒരു മതസൗഹാർദ്ദം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് മതങ്ങൾ തമ്മിൽ അകൽച്ച ബാധിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് നാം കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലും കടയുടെ പേര് നോക്കിയും അവിടുത്തെ ആ കട ഉടമസ്ഥൻ്റെ പേര് നോക്കിയും ഒക്കെയാണ്. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഇതേപോലെയാണ്. അങ്ങനെ വളരെയധികം തരംതിരിവുകൾ വന്നു കഴിഞ്ഞു. ഇന്ന് സത്യത്തിൽ പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികളാണ് നാനാജാതി മതസ്ഥരെയും ഇന്ന് ഒരുമിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പാർട്ടികളിൽ അണികളെ ചേർക്കുന്നതിന് വേണ്ടി അവർ മതം നോക്കാതെ എല്ലാ പാർട്ടികളെയും ഒന്നിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഉള്ളതായ ഒരു ഒത്തൊരുമ പാർട്ടിയിൽ കാണുന്നത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പാർട്ടികളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാധാന മതങ്ങൾ സമാധാനത്തിന് വേണ്ടി തെരുവിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.